ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു നോവ എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ബസ് കൊറിയർ അയക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ, അതുപോലെ തന്നെ ഗ്ലാസ് ഫിറ്റിങ്, പെയിൻറ്റിങ്, സ്റ്റിക്കറൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് കയറി കണ്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു പേപ്പർ, അതായത് ന്യൂസ് പേപ്പർ ജസ്റ്റ് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. വണ്ടിക്ക് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഈ ഒരു ഇതേപോലെ ഒന്ന് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുക. മുഴുവനായിട്ട് നമ്മൾ സാധാരണ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. ഇനി നമ്മൾ തെർമോക്കോളാണ് ഇത് പാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തെർമോക്കോളിൻ്റെ ഒരു പീസ് അടിഭാഗത്ത് വരുന്ന പീസിൽ ഈ ഒരു വണ്ടി ഇതേപോലെ വെച്ചിട്ട് സൈഡും ടോപ്പൊക്കെ ഇതേപോലെ തെർമോക്കോളിൻ്റെ പീസ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ തെർമോക്കോളിൻ്റെ പീസ് കടയിൽ വാങ്ങാൻ കിട്ടും. പക്ഷേ ഇത് വേറെ ഫ്രിഡ്ജൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ടൈപ്പ്, വാഷിംഗ് മെഷീനൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു തെർമോക്കോളാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ടോപ്പിലെ സൈഡിലൊക്കെ വെച്ച് ഇതേപോലെ നന്നായി തന്നെ പ്ലാസ്റ്റർ ചുറ്റി എടുക്കുന്നുണ്ട്. അതൊന്നും വീഡിയോ കാണിക്കാൻ പറ്റിയിട്ടില്ല, കാരണം വീഡിയോ എടുക്കുന്നതും ഒക്കെ ഞാൻ തന്നെ ആയതുകൊണ്ടാണ് അതൊന്നും കാണിക്കാൻ പറ്റാത്തത്. അപ്പം നേരത്തെ കാണിച്ച പോലെ തന്നെ തെർമോക്കോൾ വണ്ടിയുടെ അടിവശത്തും മുകളിലും സൈഡിലും ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഈ ഒരു ടാപ്പ്, ഈ ഒരു ബ്രൗൺ കളർ സെലോ ടാപ്പ് നന്നായിട്ട് തന്നെ ചുറ്റി കവർ നല്ല ടൈറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയൊരു ലേബലും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്നുണ്ട്. സെഡ് ബി ഓട്ടോക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ പാക്കിങ് ശ്രദ്ധിക്കേണ്ട, വണ്ടി നമ്മളെ പാക്കറ്റിൽ നിന്ന് അനങ്ങാൻ പാടില്ല, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അടുത്തത് നമ്മൾ ഈ ഒരു ഹാൻഡിൽ വിത്ത് കെയർ മസ്റ്റായിട്ട് കൊടുക്കേണ്ട സാധനമാണ്. ഹാൻഡിൽ വിത്ത് കെയറിന് മസ്റ്റായിട്ട് നിങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി തവിടുകൂടിയായിട്ട് അവിടെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ എന്തെങ്കിലും അഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊന്നും വരാണ്ട് കറക്റ്റായിട്ട് തന്നെ ഒരു പിൻകോഡും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ്. നമ്മളെ പിൻകോഡ് തെറ്റിയിട്ടുണ്ടെങ്കിലും കൊടുക്കേണ്ട ആളുടെ പിൻകോഡും ഡീറ്റെയിൽസൊന്നും നമ്പർ, ഫോൺ നമ്പർ ഒന്നും തെറ്റാൻ പാടില്ല. കറക്റ്റായിട്ട് തന്നെ ചെക്ക് ചെയ്തിട്ട് അതൊക്കെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട, വണ്ടി നമ്മൾ ബോക്സ് അനങ്ങാൻ പാടില്ല. ബോക്സ് എങ്ങനെ എടുത്ത്, അതായത് ബോക്സ് എടുത്ത് ഇടത്തോട്ടിട്ടാലും വലത്തോട്ടിട്ടാലും വണ്ടി അതിനനുസരിച്ച് ഉള്ളിൽ നിന്ന് വരണം. അതായത് ബോക്സ് വലത്തോട്ടും വണ്ടി ഇടത്തോട്ടും അനങ്ങിക്കഴിഞ്ഞാൽ വണ്ടി ഉള്ളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് സ്ക്രാച്ച്, അതുപോലെ തന്നെ വണ്ടിക്ക് ഡാമേജ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റ് ഈ ഒരു ബോക്സിൽ ഫിറ്റായിട്ട് തന്നെ വണ്ടി നിൽക്കണം, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുറച്ചുകൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഫ്ലാഗിൽ നിന്നൊക്കെ എഴുതിയിട്ട് ഈ ഒരു വാണിങ്ങിൻ്റെ ആ ഒരു സിമ്പലും കാര്യങ്ങളൊക്കെ റെഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊരു എക്സ്ട്രാ സേഫ്റ്റി എന്നുള്ള രീതിക്ക് കൊടുത്തതാണ്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും ഈ ഒരു ഏത് ഭാഗത്തു നിന്ന് ഈ ഒരു ബോക്സ് കണ്ടാലും ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു പൊട്ടുന്ന ടൈപ്പ് സാധനമാണെന്ന് തിരിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സിമ്പൽ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു കൊറിയർ ഓഫീസിൽ കൊടുക്കുമ്പോൾ അവരോട് ജസ്റ്റ് ഒന്ന് പറയാം, അതായത് ഈ ഒരു വണ്ടി ഇങ്ങനെ ഇത് ഹാൻഡിൽ വിത്ത് കേരള കൊടുക്കണം അവരോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും അതൊന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും. അത് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു അനുഭവം എന്ന് വെച്ചാൽ അവർ പറയുമ്പോൾ അവരുടേതായിട്ടുള്ളൊരു രീതിക്ക് മാർക്കർ വെച്ചിട്ട് അതിനകത്ത് ഹാൻഡിൽ വിത്ത് കെയർന്ന് എഴുതുന്നുണ്ട്. അത് കുറച്ചുകൂടി സേഫായിട്ട് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഈ ഒരു വണ്ടി സേഫായിട്ട് തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വണ്ടി അവിടെ എത്തിയിട്ട് 2-3 ദിവസമായി, പ്രശ്നമൊന്നുമില്ല. അത് ഒക്കെ കഴിഞ്ഞ് ഞാൻ അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു രീതി എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി മരത്തിൻ്റെ ബോക്സ് ആക്കിയിട്ട് അയക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പം മരമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. മരം എന്ന് വെച്ചാൽ പ്ലൈവുഡിൻ്റെ ഒക്കെ പീസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബോക്സ് ആക്കി വെച്ചാൽ കുറച്ചുകൂടി സേഫായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തെർമോക്കോൾ വെച്ച് പാക്ക് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അയക്കുമ്പം പ്ലൈവുഡിൻ്റെ പീസ് വെച്ചിട്ട് ബോക്സ് അടിച്ചിട്ടാണ് അയച്ചത്. അപ്പോൾ എന്തായാലും ഇത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ സെഡ് ബി ഓട്ടോക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട് കിട്ടും. അതിലെന്തെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് അധികം കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ട്, ഈ കൊറിയർ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വണ്ടി ഉണ്ടാക്കേണ്ടതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ധൈര്യമായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മൾ ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വണ്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. അപ്പോൾ ഓക്കെ.